ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. 2026-27 കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച രാജ്യസഭയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയും പ്രതിരോധശേഷിയും മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ് ബജറ്റെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് ഭേദഗതി ബിൽ 2026 ലോക്സഭ ഇന്ന് പാസാക്കി. തൊഴിലാളികളുടെ താൽപര്യം മുൻനിർത്തിയുള്ളതാണ് പുതിയ തൊഴിൽ കോഡെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കേരളത്തിൽ നിന്നുള്ള BJP കൌൺസിലർമാരുടെ സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ വീണ്ടും തെളിവെടുപ്പ് നടത്താൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെത്തി. അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തക വിതരണവും സൌജന്യ കൈത്തറി യൂണിഫോം വിതരണ പദ്ധതിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ നേപ്പാളിനെതിരെ ഇറ്റലിക്ക് 10 വിക്കറ്റ് ജയം. ഇന്ത്യ നമീബിയ മത്സരം അല്പസമയത്തിനകം ഡൽഹിയിൽ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. 2026-27 കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച രാജ്യസഭയിൽ പുരോഗമിക്കുന്നു. സാമ്പത്തിക വളർച്ചയ്ക്കും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനത്തിനും ഊന്നൽ നൽകുന്നതിന് സർക്കാർ പ്രവർത്തിക്കുകയാണെന്ന് ചർച്ചയ്ക്ക് മറുപടി പറയവേ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയും പ്രതിരോധശേഷിയും മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ് 2026-27 കേന്ദ്ര ബജറ്റ്. പണപ്പെരുപ്പം താഴ്ന്ന നിലയിൽ നിലനിർത്തുന്നതിനൊപ്പം ഉയർന്ന വളർച്ച നിലനിർത്താൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് ഭേദഗതി ബിൽ 2026 ലോക്സഭ ഇന്ന് പാസാക്കി. കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്നലെയാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണെന്നും തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് പകരം ബില്ലിലൂടെ സർക്കാർ അത് ദുർബലപ്പെടുത്തുകയാണെന്നും കോൺഗ്രസിലെ കൊടിക്കുന്നിൽ സുരേഷ് MP അഭിപ്രായപ്പെട്ടു. എന്നാൽ തൊഴിലാളികളുടെ താൽപര്യാർത്ഥമാണ് തൊഴിൽ കോഡ് അവതരിപ്പിച്ചതെന്ന് 17 ദേശീയ തൊഴിലാളി സംഘടനകൾ പ്രസ്താവിച്ചിട്ടുണ്ടെന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ശ്രീ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. അതേസമയം സഭയിൽ ഇന്നും വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം ബഹളം തുടർന്നു. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനുവരി 28 ആരംഭിച്ച ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം നാളെ അവസാനിക്കും. മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയാണ് രണ്ടാം ഘട്ടം. രാജ്യത്തെ സാമ്പത്തിക പരിവർത്തനത്തിന് 2026-27 ബജറ്റ് നൽകുന്ന സംഭാവനയെക്കുറിച്ചുള്ള സമഗ്രമായ ചിത്രം ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭയിൽ ധനമന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. 3 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിൽ എത്തിയ കേരളത്തിൽ നിന്നുള്ള BJP കൌൺസിലർമാരുടെ സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രി മനോഹർ ലാൽ, മുതിർന്ന പാർട്ടി നേതാക്കൾ എന്നിവരുമായും തിരുവനന്തപുരം മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൂടിക്കാഴ്ച നടത്തി. കേരളത്തിന്റെ വികസന മുൻഗണനകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് സന്ദർശനം ലക്ഷ്യമിടുന്നതെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. ഏത് തരത്തിലാണ് രാഷ്ട്രീയമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്, ഭരണപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ട് നല്ല എക്സ്പീരിയൻസ്. ഇപ്പോൾ മനോഹർ ലാൽ ഖട്ടാർജി മുഖ്യമന്ത്രിയായിരുന്നു, നഗരവികസന ഉപമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി, JP നഡ്ഡ, ഇങ്ങനെയുള്ളവരുടെയൊക്കെ തന്നെ ഒരു ട്രെയിനിങ് ഞങ്ങൾക്ക് ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഞങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ഇഫക്റ്റീവ് ആകാൻ വേണ്ടി നല്ല രീതിയിൽ ഗുണം. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. കുംഭമൊന്നായ നാളെ രാവിലെ 5 നട തുറന്ന് പൂജകൾ ആരംഭിക്കും. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി 17 നട അടയ്ക്കും. ദേശീയ പണിമുടക്കിൽ നിന്ന് ശബരിമല തീർത്ഥാടകരെ ഒഴിവാക്കിയിട്ടുള്ളതിനാൽ പമ്പയിലേക്കുള്ള KSRTC ബസ്സുകളും പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസും തടസ്സമില്ലാതെ സർവീസ് നടത്തുന്നുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും സന്നിധാനത്തെത്തി പരിശോധന ആരംഭിച്ചു. ശേഖരിക്കുന്ന സ്വർണ്ണ സാമ്പിളുകൾ ഉൾപ്പെടെ വിദഗ്ധ ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ഇന്ന് ഉച്ചയ്ക്ക് 12-ന് പമ്പയിലെത്തിയ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം 2 സന്നിധാനത്തെത്തി. തുടർന്ന് കുംഭമാസ പൂജകൾക്കായി നട തുറന്നതോടെ സംഘം പരിശോധനയും ആരംഭിച്ചു. ലീഗൽ മെട്രോളജി വിഭാഗത്തിലെ ഗോൾഡ് അസസ്മെന്റ് വിദഗ്ധരും സംഘത്തിനൊപ്പം സന്നിധാനത്തുണ്ട്. പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയ തെളിവുകൾ കൂടാതെ വിശദമായ ശാസ്ത്രീയ പരിശോധനയിലൂടെ എല്ലാ തെളിവുകളും കൃത്യമായി ശേഖരിച്ച് കുറ്റപത്രം തയ്യാറാക്കാൻ ഈ പരിശോധന നിർണായക പങ്ക് വഹിക്കുമെന്നാണ് കരുതപ്പെടുന്നത്.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ കൊല്ലം വിജിലൻസ് കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയില്ല. അതേസമയം കേസുകളിൽ പ്രതിയായ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന് ഒരു കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചു. കട്ടളപ്പാളി കേസിലാണ് ജാമ്യം അനുവദിച്ചത്. ദ്വാരപാലക ശില്പ കേസിൽ റിമാൻഡിലായതിനാൽ ബൈജു ജയിൽ മോചിതനാകില്ല. സംസ്ഥാനത്ത് 79 നിയോജക മണ്ഡലങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഈ മാസം 21-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തക വിതരണവും സൌജന്യ കൈത്തറി യൂണിഫോം വിതരണ പദ്ധതിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് പട്ടം സെന്റ് മേരീസ് സ്കൂളിലാണ് ഉദ്ഘാടന ചടങ്ങ്. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള പാഠപുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത്. US ഇന്ത്യ വ്യാപാര കരാർ ആയുർവേദ മേഖലയ്ക്ക് മികച്ച രീതിയിൽ ഗുണം ചെയ്യുമെന്ന് വൈദ്യരത്നം ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ED കൃഷ്ണൻ മൂസ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഇൻഡോ-US കരാർ എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റിന്റെ ഒരു കൊളാബറേഷൻ ആയിട്ട് നമ്മൾ കാണും. ജസ്റ്റ് ഒരു എക്കണോമിക് ഡീൽ മാത്രമല്ല. ഇന്ത്യയിൽ മേജർ ഒരു ഗ്രോത്ത് ഡ്രൈവേഴ്സ് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ, ന്യൂട്രാസ്യൂട്ടിക്കൽ, ആയുർവേദ എന്നതിനൊക്കെ വലിയൊരു ഇമ്പാക്ട് വരാൻ പോവുകയാണ്. ആയുർവേദ സെഗ്മെന്റ് നോക്കുമ്പോൾ അശ്വഗന്ധ, ടെർമറിക് മുതലായിട്ടുള്ള കുറെ നിഷ് ആയിട്ടുള്ള ഒരു ഏരിയാസ്. പക്ഷേ ഈ ഒരു ഡീലിലൂടെ അത് ഗ്രോത്ത് ഡ്രൈവേഴ്സ് ആയിട്ട് അതൊരു 20 മുതൽ 30% വരെ 2-3 വർഷത്തിനുള്ളിൽ ഗ്രോത്ത് വരാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ നോക്കിക്കാണുന്നത്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ മാലിന്യ നിക്ഷേപം തടയാൻ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും ക്യാമറകൾ നിരീക്ഷിക്കാൻ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഉത്തരവ്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മിച്ച മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. 28.7 കോടി രൂപ ചെലവിൽ 5 നിലകളിലായി 1,15,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള കെട്ടിട സമുച്ചയമാണ് വാഹന പാർക്കിങ്ങിനായി തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു സമയം 138 കാറുകൾക്കും 236 ഇരുചക്ര വാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാൻ സാധിക്കും. മൾട്ടി ലെവൽ പാർക്കിംഗ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടെ വാഹനങ്ങളിലെത്തുന്ന യാത്രക്കാർക്ക് സൗകര്യപ്രദമായും സുരക്ഷിതമായും വാഹനം പാർക്ക് ചെയ്യാനും സമയം ലാഭിക്കുവാനും സാധിക്കും. ലിഫ്റ്റ്, അഗ്നിശമന സംവിധാനങ്ങൾ, ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക സൗകര്യങ്ങൾ, ശുചിമുറികൾ തുടങ്ങിയവ സജ്ജീകരിച്ചിട്ടുണ്ട്. പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ നേപ്പാളിനെതിരെ ഇറ്റലിക്ക് 10 വിക്കറ്റ് ജയം. നേപ്പാൾ ഉയർത്തിയ 124 റൺ വിജയലക്ഷ്യം 44 ബോൾ ബാക്കി നിൽക്കെ ഇറ്റലി സ്വന്തമാക്കി. രാവിലെ നടന്ന മത്സരത്തിൽ ശ്രീലങ്ക ഒമാനെ പരാജയപ്പെടുത്തിയിരുന്നു. അതേസമയം ഇന്ത്യ നമീബിയ മത്സരം അല്പസമയത്തിനകം ഡൽഹിയിൽ ആരംഭിക്കും. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ എടുക്കുന്നതിനുള്ള അപേക്ഷകൾ ഫെബ്രുവരി 17 വരെ സ്വീകരിക്കും. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in അണ്ടർ വാക്കൻസീസ് കാറ്റഗറി, പ്രസാർ ഭാരതി gov.in PB വാക്കൻസീസ് എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ഫെബ്രുവരി 17. ദൂരദർശനിലെ വാർത്താ അവതാരകയായിരുന്ന സരള മഹേശ്വരി അന്തരിച്ചു. 71 വയസ്സായിരുന്നു. പശ്ചിമബംഗാളിൽ നിന്ന് രാജ്യസഭാ അംഗം ആയിട്ടുണ്ട്. സൗമ്യമായ വാർത്താ അവതരണത്തിലൂടെ ഇന്ത്യൻ വാർത്താ ലോകത്തും പ്രേക്ഷക ഹൃദയങ്ങളിലും പ്രത്യേകം സ്ഥാനം വഹിച്ച വ്യക്തിത്വമായിരുന്നു സരള മഹേശ്വരി. ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ തീവ്രവാദികളും ഇന്ത്യൻ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും നിരവധി ഇന്ത്യൻ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും പാകിസ്ഥാൻ അനുകൂല സമൂഹ മാധ്യമ ഹാൻഡിലുകളിൽ വരുന്ന പോസ്റ്റ് വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ ഇത്തരം വാർത്തകളിൽ ജാഗ്രത പുലർത്തണമെന്ന് PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2026-27 കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച രാജ്യസഭയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയും പ്രതിരോധ ശേഷിയും മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ് ബജറ്റെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് ഭേദഗതി ബിൽ 2026 ലോക്സഭ ഇന്ന് പാസാക്കി. തൊഴിലാളികളുടെ താൽപര്യം മുൻനിർത്തിയുള്ളതാണ് പുതിയ തൊഴിൽ കോഡെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ.
കേരളത്തിൽ നിന്നുള്ള BJP കൌൺസിലർമാരുടെ സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ വീണ്ടും തെളിവെടുപ്പ് നടത്താൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെത്തി. അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തക വിതരണവും സൌജന്യ കൈത്തറി യൂണിഫോം വിതരണ പദ്ധതിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുരുഷ ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ നേപ്പാളിനെതിരെ ഇറ്റലിക്ക് 10 വിക്കറ്റ് ജയം. ഇന്ത്യ നമീബിയ മത്സരം അല്പസമയത്തിനകം ഡൽഹിയിൽ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.